ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ആലു മട്ടർ കറി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാന് ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം സൈസ് 2 സവാളയാണ്. ഇത് തിന്നായിട്ട് അരേണ്ട ആവശ്യമില്ല, അത് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇത് വഴന്ന് വരാനായിട്ട് ഇതിലോട്ട് ഒരു 10 കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറണം, നിന്ന് വെന്തിട്ട് വരണം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം ഇതൊന്ന്. ഇതിൻ്റെ ഗ്രേവി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഒരു പട്ട, ഒരു ഏലക്ക, 3 ഗ്രാമ്പു ചേർത്തിട്ട് ഒന്ന് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള മതിയാകും. നമ്മൾ ഒനിയൻ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അധികം കറി കുറുകി പോകും. അതിനെക്കൊണ്ട് ഇതിനൊരു സവാള എടുത്താൽ മതി. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റ് ചേർക്കാനുണ്ട്. ഇത് ഞാൻ ചതച്ചതാണ്ട് പച്ചമുളകും ഒരു 4 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചതെടുത്തതാണ്. ഇതൊന്ന് നല്ലോണം ഇതിൽ കിടന്നിട്ട് മൂപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് 2 ടീസ്പൂണ് പിരിയൽമുളക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂണ് നല്ല മുളകും ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ. പിരിയമുളക് ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കറിക്ക്. അപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 തക്കാളി, ഇത് മിക്സിയിൽ അരച്ചെടുത്തതാണ് ഞാൻ. ഇത് തക്കാളി ഞാൻ കുക്ക് ചെയ്യാതെ അരച്ചെടുത്തതാണ്. ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ പൊട്ടാറ്റോവും പീസും ഞാൻ ഒന്ന് കുക്കറിൽ വേവിച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇതിലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്ന് മസാലയൊക്കെ ഒന്ന് നല്ല വെന്തുകണ്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് പൊട്ടാറ്റയും 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നിങ്ങൾക്ക് ഫ്രഷ് ഗ്രീൻ പീസും ചേർക്കാം. അപ്പോൾ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ആ ഒനിയൻ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഈ മസാലയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ മസാല ഒക്കെ ഇതിലൊന്ന് ചേർന്നിട്ട് വരണം. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. നമുക്ക് 1 ടീസ്പൂണ് ഷുഗറും ചേർത്ത് കൊടുക്കണം. ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കറി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ അധികം ആയിപ്പോകരുത്. 5 മിനിറ്റ് ഒന്ന് പാകമാക്കി എടുക്കുക. അപ്പോൾ നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഉലുവൻ്റെ ഇലയാണിത്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക.
അപ്പോൾ കറി നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നല്ലൊരു കറിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക.